സൺഡേ രാവിലെ തന്നെയെന്ന് പറയാൻ പറ്റില്ല, കാരണം ഇന്ന് എണീറ്റ് വന്നപ്പോൾ ഏറെക്കുറെ 12 മണി കഴിഞ്ഞിട്ടുണ്ട്. കിച്ചണിൽ വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ 1000 പാത്രങ്ങൾ കഴുകാനുണ്ട്. അല്ല, തെറ്റെൻ്റെ ഭാഗത്തുണ്ട്. എല്ലാം കറക്റ്റ് സമയത്തിന് ചെയ്തു വെച്ചാൽ ഇത്രയും പണി ഉണ്ടാവില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് തുണി അലക്കാനുണ്ടായിരുന്നു. അപ്പോൾ ലോണ്ടറിയുടെ പരിപാടിക്കും തീരുമാനമായി. അത്ര സന്തോഷമൊന്നുമില്ലെങ്കിലും സിയാന എൻ്റെ കൂടെ കൂടി ഞങ്ങൾ രണ്ടുപേരും കൂടെ സംഭവം അങ്ങ് തീർത്തു. അപ്പോഴേക്കും മനസ്സിലായി വിശന്ന് തുടങ്ങിയിരിക്കണു. ഞാൻ ഓർത്തു ഇന്ന് വീട്ടിൽ തന്നെ അങ്ങ് ബ്രേക്ക്ഫാസ്റ്റ് കുക്ക് ചെയ്യാം. കാണാൻ വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. മിററിലേക്ക് നോക്കിയാൽ ഞാൻ അയ്യോ ആരാ എന്താ എങ്ങനെയാ പറയാം. ഞാനിപ്പോൾ പോകുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ അവിടെ ചെന്ന് അവിടെ നിന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് ഇവൻറ്റ്സിന് പോകുന്നത്. ആക്ച്വലി ഞങ്ങൾക്ക് ഇന്ന് 2 ഇവൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ആദ്യം ഒരു ഇവൻറ്റിന് പോയി കഴിഞ്ഞ് അവിടുത്തെ ഒന്ന് ചെന്ന് തലയൊക്കെ കാണിച്ച് എല്ലാവരോടും ഒരു ഹായൊക്കെ പറഞ്ഞ് പിന്നെയാണ് നമ്മൾ രണ്ടാമത്തെ ഇവൻറ്റിന് പോകുന്നത്. എനിക്കിഷ്ടമാണ് ഇങ്ങനെ, കാരണം വെച്ചാൽ നമ്മളെപ്പോഴും ബിസി ആയിട്ടിരിക്കും. ഇങ്ങനെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അപ്പോൾ ഈ വീക്കെൻഡ് ഭയങ്കര ബിസി വീക്കെൻഡ് ആയിരുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആദ്യത്തെ ഇവന്റിൽ എത്തിയിരിക്കുകയാണ്. ഇതൊരു ക്രിക്കറ്റ് ടൂർണമെന്റ് ആണ്. ഹ്യൂസ്റ്റൺ വാരിയേഴ്സ് ക്രിക്കറ്റ് അസോസിയേഷന്റെ അവരുടെ ഒരു ടൂർണമെന്റ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്ന് അവരുടെ ഫൈനൽസും പ്രൈസ് ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെയാണ്. ഇത് നമ്മുടെ ചങ്കത്തി അമ്പിളി പുള്ളിക്കാരിയാണ് ഇന്ന് ഈ ഇവന്റിന്റെ MC ചെയ്യുന്നത്. അപ്പോൾ ഇവന്റൊക്കെ അടിപൊളിയായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വേറൊരു ഇവന്റും കൂടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഇവിടെ ഒരു മാക് എന്ന് പറയുന്ന ഒരു അസോസിയേഷന്റെ കലാഞ്ജലി എന്ന് പറഞ്ഞ ഇവന്റ് ആയിരുന്നു. അതും ഒരു അടിപൊളി ഇവന്റ് ആയിരുന്നു. അവിടെ ഡിന്നറും കലാപരിപാടികളൊക്കെ ആയിട്ട് തകർത്തു. പിന്നെ ഇവന്റ് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ സെഷൻ മസ്റ്റ് ആണ്. അപ്പൊ കുറച്ച് ഫോട്ടോസ് ഞാൻ ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇന്നത്തെ ആഘോഷങ്ങളൊക്കെ നമ്മുടെ തീർന്നു. ഓക്കെ, കലാശക്കൊട്ട് തീർന്നു. അപ്പൊ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ.